ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം താർ റോക്സ് ഈ അടുത്ത് മഹീന്ദ്ര ഇറക്കി പുതിയൊരു 5 ഡോർ താറിൻ്റെ വേർഷനാണത്. പക്ഷേ കുറച്ച് കാലം മുന്നേ 3 ഡോർ ജിംനി ഇവിടെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സുസുക്കി 5 ഡോർ ജിംനി ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ രണ്ട് വാഹനങ്ങളുടെയും കമ്പാരിസൺ ഓർ മേ ബി ഫീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ഞാൻ ഓരോ വാഹനം എടുക്കാനുള്ള പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇവിടെ രണ്ട് വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ആദ്യം താറിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ജിംനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് എന്ന് നോക്കാം. ഞാനിവിടെ 11 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സൈസ്. താറിൻ്റെ ഒരു റോഡ് പ്രസൻസും ഭയങ്കര ഒരു മാസീവ് ലുക്കും ഒന്നും ഒരിക്കലും ജിംനിക്ക് കിട്ടില്ല. അതിപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും താർ ഭയങ്കര വലുതാണ്. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ 443 മില്ലിമീറ്റേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. 4428 മില്ലിമീറ്റേഴ്സാണ് താർ വരുന്നത്. ജിംനി അണ്ടർ 4 മീറ്റേഴ്സാണ്. അതും ജിംനിയിൽ ബാക്കിലത്തെ സ്പെയർ വീലിൻ്റെ സൈസും കൂടെ, അതായത് അതിൻ്റെ ലെങ്ത്തും കൂടെ കൂട്ടിയിട്ടാണ് ഇത്ര ലെങ്ത്ത് വരുന്നത്. ശരിക്കും കുറവാണ് വണ്ടിയുടെ മാത്രം ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ. വിട്ട് താറിന് 225 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്, ഹൈറ്റ് 203 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്, വീൽ ബേസ് 260 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏത് ആസ്പെക്റ്റ് എടുത്താലും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ താർ ജിംനിയേക്കാൾ വളരെ വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിപ്പോൾ രണ്ട് വാഹനങ്ങളും 5 ഡോർ ആണെങ്കിലും രണ്ടിൻ്റെ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. ജിംനി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ ജിംനിയുടെ കേസിലെത്തുമ്പോൾ പറയാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ താറിനെ തന്നെ വിന്നറായിട്ട് പറയേണ്ടി വരും. ഇനി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ യാതൊരു സംശയം വേണ്ട, നമ്മുടെ താർ ഒരു വളരെ വലിയ വിന്നറാണ്. കാരണം ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട്. LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് താറിൻ്റെ ഫ്രണ്ടിലായിട്ട് കിട്ടുന്നത്. അതുപോലെ LED DRLs അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബാക്കിൽ LED ടെയിൽ ലൈറ്റ്സ് അവൈലബിൾ ആണ്. LED ഫോഗ് ലൈറ്റ്സ് താറിൽ അവൈലബിൾ ആണ്. ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ജിംനിയിൽ LED ഫോഗ് ലാംപ്സ് ഉണ്ട്, ബാക്കി സാധനങ്ങളെല്ലാം ഹാലജൻ ആണ്. ഇനി അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നല്ല ഡിഫറൻസ് പറയാം. താറിൽ നമുക്ക് കിട്ടുന്നത് 255 ക്രോസ് സെക്ഷനും 60 പ്രൊഫൈലുള്ള 19 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പക്ഷേ അതേസമയം ജിംനിയിൽ വരുന്ന 195 ക്രോസ് സെക്ഷനും 80 പ്രൊഫൈലുള്ള ജസ്റ്റ് 15 ഇഞ്ച് വീൽസ് ആണ്. അതായത് 4 ഇഞ്ചിൻ്റെ സൈസ് ഉണ്ട് ടയറിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ക്രോസ് സെക്ഷനിലും നല്ല വ്യത്യാസമുണ്ട്. 255 മറ്റത് 195 ആണ്, അതായത് ടയറിൻ്റെ വിഡ്ത്ത്. ഇനി വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് വാഹനങ്ങളും അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ പറയാൻ പറ്റും. ജിംനി ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ താർ റോക്സ് ഇറങ്ങി കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി മാറി. നമുക്ക് താറിലെ 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ജിംനിയിൽ പക്ഷേ സെമി ഡിജിറ്റൽ യൂണിറ്റ് ആണ്. നടുവിൽ ചെറിയൊരു MID സ്ക്രീൻ ഉണ്ടെന്ന് ഉള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് 10.25 ഇഞ്ച് സൈസ് ചെയ്യുന്ന ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. HD ടച്ച് സ്ക്രീൻ ആണ്. ജിംനിയിൽ നമുക്ക് 9 ഇഞ്ച് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും അതിനേക്കാൾ ഇത്തിരി കൂടെ വലുതാണല്ലോ ഇത്. പിന്നെ പറയാൻ പറ്റുന്ന ഡിഫറൻസ് വയർലെസ് ചാർജിങ്ങിൻ്റെ കേസിലാണ്. ജിംനിയിൽ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ അല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. അതിൻ്റെ പുറമെ 65 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് USB പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ AC വെൻസ് നമുക്ക് താർ റോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ ഒരു ചെറിയ ചാർജിങ് പോയിന്റ് അവരവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സുസുക്കിയുടെ പല വണ്ടികളിലും ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുക്കാറുണ്ടെങ്കിലും ജിംനിയിൽ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും താറിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് അഡ്രീനോക്സ് കണക്റ്റഡ് കാർടെക് ആണ്. ഇതിനകത്ത് 80+ കണക്റ്റഡ് ഫീച്ചേഴ്സ് ആണ് അവർ പറയുന്നത്. ജിംനിയിലും സുസുക്കി കണക്റ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഫീച്ചേഴ്സ് കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ജിംനിയിൽ നമുക്ക് സാധാരണ കൺവെൻഷണൽ ഹാൻഡ് ബ്രേക്ക് ലിവറാണ് കിട്ടുന്നത്, അതായത് ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ താർ റോക്സിൽ നമുക്ക് ലെതർ സീറ്റ്സ് കിട്ടുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ. ജിംനിയിലേക്ക് വരുമ്പോൾ ഫാബ്രിക് സീറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സൈഡ് സീറ്റ്സിൽ നമുക്ക് 6-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും കിട്ടുന്നുണ്ട്. അടുത്തതൊരു വളരെ വലിയ ഡിഫറൻസ് ആണ്. നമുക്ക് താറിൻ്റെ മിക്ക വേരിയൻസിലും സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് AX7L എടുക്കുകയാണെങ്കിൽ വലിയൊരു പാനോറാമിക് സൺറൂഫും അവൈലബിൾ ആണ്. ജിംനിയിൽ സൺറൂഫേ ഇല്ല പറഞ്ഞു വരുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇൻറ്റലിറ്റ് ആണ്. അതുപോലെ ക്രോൾ അസിസ്റ്റം. ഈ ക്രോൾ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ പോലെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് 2.5 to 30 km/h ഇടയിൽ എവിടെ വേണമെങ്കിലും സ്പീഡ് സെറ്റ് ചെയ്ത് ക്രൂസ് കൺട്രോൾ ഇട്ട് പോകാം. ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇൻറ്റലിറ്റ് ആണ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വാഹനത്തിൻ്റെ ഇന്നർ സൈഡ് വീൽസ് ലോക്ക് ചെയ്ത് വണ്ടിയെ തിരിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ചെറിയ നാരോ സ്ഥലത്തൊക്കെ വണ്ടി തിരിച്ചെടുക്കണമെങ്കിൽ 15 km/h സ്പീഡിന് താഴെയാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണ് തിരിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബാക്കിലത്തെ വീൽസ് വണ്ടി ലോക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫുൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റും. ജിംനിയുടെ ടേണിംഗ് റേഡിയസ് ഒക്കെ വളരെ കൂടുതലാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഫീച്ചറും കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് താർ ചെറിയ സ്ഥലത്തൊക്കെ ഇട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത സംഭവം പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് 9 സ്പീക്കർ ഹാമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഔട്ട്പുട്ടുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിനൊക്കെ പുറമെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സും നമുക്ക് താർ റോക്സിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് 10 ഫീച്ചേഴ്സാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. ജിംനിയിൽ ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. പിന്നെ ജിംനിയിലില്ലാത്ത വേറൊരു കാര്യമാണ് ആംറസ്റ്റ്. അത് ജിംനിയിൽ ഫ്രണ്ടിലും ഇല്ല ബാക്കിലും ഇല്ല. പക്ഷേ താറിൽ നമുക്ക് നേരെ മറിച്ച് ഫ്രണ്ടിലും ബാക്കിലും രണ്ടിടത്തും ആംറസ്റ്റ് അവൈലബിൾ ആണ്.
പിന്നെ ഥാറിൻ്റെ ബാക്കിൽ സെൻറ്റർ പാസഞ്ചറിനും ചെറിയൊരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം ഫിക്സഡ് ആണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഹെഡ് റെസ്റ്റ് ഉണ്ട്. ജിംനിയുടെ ബാക്കിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, നടുവിൽ ഹെഡ് റെസ്റ്റും ഇല്ല. ഇനി അടുത്ത മൂന്നാമത്തെ പ്ലസ് പോയിന്റ് ഥാറിൽ പറയാൻ പറ്റുന്ന ഇൻറ്റീരിയേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. മഹീന്ദ്ര ഇപ്പോൾ ഇറക്കിയ എല്ലാവരുടെ വാഹനങ്ങളും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ഓഫ് റോഡ് വാഹനമായിട്ടും ഥാറിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഥാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഫിനിഷ് മൊത്തം തന്നെ ലെതർ ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഡോർ പാഡ്സിൻ്റെ ടോപ്പ് പോർഷൻ മൊത്തം ലെതർ ഫിനിഷാണ്. ഡോർ പാഡ്സിലല്ലാതെ നമ്മുടെ ആ ഒരു ലൈറ്റ് കളർ ടോണിലും നമുക്ക് ലെതർ ഫിനിഷ് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഥാറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. ഥാറിൻ്റെ 3 ഡോറിൽ തന്നെ 650 mm ഉണ്ടായിരുന്നു, 5 ഡോറിലും 650 mm ഉണ്ട്. ജിംനിയിൽ പക്ഷേ വളരെ മിനിമം ആയിട്ടുള്ള 300 mm വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. ഥാറിൻ്റെ അടുത്ത പ്ലസ് പോയിന്റ് അതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. മഹീന്ദ്ര എന്തായാലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒരിക്കലും വരുത്താറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പെട്രോൾ അവൈലബിൾ ആണ്, ഡീസൽ അവൈലബിൾ ആണ്. രണ്ടിലും 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട്. ജിംനിയിൽ ആകെപ്പാട് ഒരൊറ്റ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ, അതിനാണെങ്കിൽ പവറും ഇല്ല. അതൊരു K15B നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 103 bhp വെറും 147 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് അത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഥാറിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ നമുക്ക് 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിലുണ്ട്. ആ 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിൽ ഏറ്റവും ലോവർ സ്റ്റേറ്റ് ഓഫ് ട്യൂണും ഥാറിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണ്. അതായത് 162 PS 330 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ബേസിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന പവർ. അതുപോലെ ടോപ്പ് ആൻഡ് മാക്സിമം പവർ എടുക്കുകയാണെങ്കിൽ 177 PS അതുപോലെ 380 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ്. ഡീസലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ഔട്ട്പുട്ട് വരുന്നത് 152 PS അതുപോലെ 330 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 175 PS അതുപോലെ 370 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്കുമാണ്. സോ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല, നമ്മുടെ മഹീന്ദ്ര ഥാർ റോക്സ് തന്നെയാണ് ജയിക്കുന്നത്. പിന്നെ മൈലേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ഡീസൽ മാനുവൽ അതുപോലെ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ മൈലേജിൽ ഥാർ കുറച്ചുകൊണ്ട് ബെറ്റർ ആയിരിക്കും. പെട്രോൾ ഞാൻ എന്തായാലും പറയുന്നില്ല, കാരണം ഥാറിൻ്റെ വലിയ 2 ലിറ്റർ എഞ്ചിനാണ്, അതുകൊണ്ട് പെട്രോളിന് ഒട്ടും മൈലേജ് കിട്ടില്ല. പക്ഷേ ഡീസലിൻ്റെ കേസിൽ എന്തായാലും നമുക്ക് മൈലേജും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഥാറിൻ്റെ കേസ് പറയാം. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഥാറിന് സ്റ്റിയറിംഗ് ആണ്. പണ്ടത്തെ 3 ഡോർ ഥാറിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് ജിംനിയിലും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്, പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ജിംനിയുടെ കേസിൽ പറയും, കാരണം അതിലൊരു പോസിറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. 700ലും സ്കോർപ്പിയോനിലും ഒക്കെ കണ്ട അത്രയും ലൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതായത് ഭയങ്കര സ്റ്റിയറിംഗ് ഫീൽ ഉണ്ടെന്നല്ല, സ്റ്റിയറിംഗ് ഫീൽ വലുതായിട്ടുണ്ടാവില്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഥാറിൻ്റെ റോക്സിൽ കിട്ടുന്നത്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് ആണ്. നമുക്ക് 3 ഡോർ ഥാറിൽ ഒരു കൺവെൻഷണൽ സസ്പെൻഷൻ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴേക്കും സ്കോർപ്പിയോനിലൊക്കെ ഉള്ള ഫ്രീക്വൻസി സെലക്ട് ഡാമ്പേഴ്സും അതുപോലെ പല ആധുനിക ടെക്നോളജിയുള്ള സസ്പെൻഷൻ സിസ്റ്റംസും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റൈഡ് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കും. എന്നാലും ജിംനിയുടെ റൈഡ് ക്വാളിറ്റി ഓൾറെഡി വളരെ നല്ലതാണ്. അതിനിപ്പോൾ ഇതിൻ്റെ റോഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നത് റൈഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ വണ്ടി ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് 3 ഡോർ ഥാറിൻ്റെ അത്രയും ചാട്ടവും കുലുക്കും ഒന്നും ഉണ്ടാവില്ല. പിന്നെ സസ്പെൻഷനും മാറിയതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതാണ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് സ്പേസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് അതിപ്പം ക്യാബിൻ സ്പേസ് എടുക്കുകയാണെങ്കിലും ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിലും നല്ല ഡിഫറൻസ് പറയാൻ പറ്റും. ഥാറിൽ നമുക്ക് 644 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ ക്യാബിൻ സ്പേസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല റൂമിയാണ് നമ്മൾ ജിംനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ഏരിയ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതുമാത്രമല്ല ബാക്കിൽ നമുക്ക് 3 പേർക്ക് വേണേൽ ഇരിക്കാം. ജിംനിയുടെ ക്യാബിൻ നേരം ആയതുകൊണ്ട് ബാക്കിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിൽ കംഫർട്ടും കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്ക് AC വെൻസും അതുപോലെ ചാർജിങ് പോയിന്റും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പാനോറാമിക് സെൻട്രൽ ഫുള്ളുണ്ട്, അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഇനി സേഫ്റ്റി ആസ്പെക്റ്റ് ആണ് അടുത്ത പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് ഥാറിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിന് പുറമെ ESP ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഹിൽ ഡിസിൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ ടോപ്പ് എൻഡിൽ 6 എയർ ബാഗ്സ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതൊക്കെ ജിംനിയിലും കിട്ടുന്നുണ്ട്. പക്ഷേ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അങ്ങനത്തെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഥാർ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാനാണ് സാധ്യത. ജിംനിയുടെ ക്രാഷ് ടെസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇതുവരെ വന്നിരിക്കുന്ന കുറേ റിപ്പോർട്ട്സും അതുപോലെ ആക്സിഡൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രാഷ് ടെസ്റ്റ് ഒരു ആവറേജ് പെർഫോമൻസ് വരാനേ ചാൻസ് ഉള്ളൂ ജിംനിക്ക്. ഇനി നമുക്ക് അടുത്ത മെയിൻ ചടങ്ങായ പ്രൈസും കൂടെ നോക്കിയേക്കാം. ഥാറിൻ്റെ പ്രൈസ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. 12.99 lakhs പെട്രോൾ മാനുവൽ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പെട്രോളിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് 19.99 lakhs വരെയാണ് അവിടെ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് അനുസരിച്ച്. ഇതൊക്കെ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വരെയാണ് മാക്സിമം ഉള്ളത് കേട്ടോ. പിന്നെ ഥാറിൻ്റെ പെട്രോൾ നമുക്ക് വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ, 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനേ അവൈലബിൾ അല്ല. ഡീസൽ 4 വീൽ ഡ്രൈവ് ഉണ്ട്, പക്ഷേ അത് ആകെപ്പാടെ കിട്ടുന്നത് MX5, AX5L AX7L തുടങ്ങി 3 വേരിയൻസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി വേരിയൻസ് എല്ലാം തന്നെ വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഡീസൽ മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.99 lakhs ആണ്. മാനുവലിൻ്റെ മാക്സിമം പ്രൈസ് 18.99 lakhs വരെ വീൽ ഡ്രൈവിൽ പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 17.49 lakhs, അത് മാക്സിമം പോകുന്നത് 20.49 lakhs വരെയാണ്. ഇതുവരെ നമ്മുടെ ഥാർ റോക്സിൻ്റെ 4 വീൽ ഡ്രൈവ് വേരിയൻസിൻ്റെ പ്രൈസ് മഹീന്ദ്ര പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് കുറച്ച് പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ ജിംനിയായിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡൽസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിൽ നിൽക്കുന്നതായിട്ട് പറയാം. പക്ഷേ
വേരിയൻസ് കൂടി വരുമ്പോഴേക്കും ഒബ്വിയസ്ലി നമുക്ക് നല്ല പ്രൈസ് ഡിഫറൻസ് കാണാൻ പറ്റും ജിംനിയുടെ കാര്യത്തിലും അതുപോലെ താർ റോക്സിൻ്റെ കാര്യത്തിലും. കാരണം രണ്ട് വണ്ടികളുടെയും സൈസും പെർഫോമൻസും ഫീച്ചേഴ്സും എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് താറിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ്. പക്ഷേ ജിംനിയിൽ ഇനി എന്തൊക്കെയാണ് താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടുന്നത് എന്ന് നോക്കണമല്ലോ. ഞാൻ താറിൻ്റെ അഡ്വാൻറ്റേജസിൽ അതിൻ്റെ സൈസും ഡയമെൻഷൻസും ഒക്കെ പറഞ്ഞായിരുന്നു. ജിംനിക്ക് അത് കുറവാണെന്നും പറഞ്ഞായിരുന്നു. ആ സൈസ് കുറവുള്ളത് തന്നെ ജിംനിക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾ, അതായത് വളരെ നാരോ ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ വണ്ടി കൊണ്ടുപോകണം ഓഫ് റോഡിന്, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ജിംനി ഇതിൽ വേണമെങ്കിലും കയറി പൊക്കോളും. കുറച്ച് സ്ഥലം അതിനെ പോകാം. പക്ഷേ താറിന് അങ്ങനെയല്ല. ഇതിപ്പോൾ റോക്സും കൂടെ ആയതുകൊണ്ട് 5 ഡോറുമാണ്, നീളവും കൂടുതലാണ്, വീതിയും കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കി വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാകും ചെറിയ നാരോ ട്രാക്കിൽ കൂടെ ഒക്കെ പോകാൻ. അതുപോലെ തന്നെ നമുക്ക് ടൗണിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ജിംനിയാണ്. സ്റ്റിയറിംഗ് ഒക്കെ കുറച്ച് ഹെവിയാണ് താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ക്ലച്ച് ചവിട്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഡയമെൻഷൻസ് വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഏതിലെങ്കിലും ചെറിയ സ്ഥലത്തൂടെയൊക്കെ വേണമെങ്കിൽ കുത്തിക്കയറ്റാനും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും ജിംനി കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇനി ഓഫ് റോഡ് കേപ്പബിലിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയുമായിരിക്കും. പക്ഷേ ഇത് ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ടും ഇതിന് താർ റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീൽ ബേസിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ടും ബ്രേക്ക് ഓവർ ആംഗിൾ ജിംനിയുടെ ബെറ്റർ ആയിരിക്കും. അതായത് പെട്ടെന്ന് നടു തട്ടാനുള്ള ചാൻസ് കുറയും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം 5 ഡോറിൻ്റെ കേസിൽ നമുക്ക് തീർച്ചയായും ജിംനി കുറച്ചുകൊണ്ട് ബെറ്റർ കേപ്പബിലിറ്റിയാണ് ഓഫർ ചെയ്യുന്നത് എന്ന് പറയാം. ആകെപ്പാടെ ഒരു ചെറിയ പ്രശ്നമാണുള്ളത് ഈ വാഹനത്തിൻ്റെ എഞ്ചിന് വലിയ പവറൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഹൈവേ ടയർ സെറ്റാണ് വണ്ടി കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. ഹൈവേ ടയർ സെറ്റ് തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇതിനുണ്ട്. അത് നിങ്ങളൊന്ന് ഓൾട്ടർനേറ്റ് ടയർസാക്കി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൽ വേണമെങ്കിലും ഈ വണ്ടി കയറി പൊക്കോളും. പിന്നെ വേറെ ഒരു പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്ന റിലയബിലിറ്റി ആണ്. ഇതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ സുസുക്കിയുടെ വാഹനങ്ങൾ അത്യാവശ്യം നല്ല റിലയബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഈ വാഹനത്തെ കുറ്റം പറയാൻ പറ്റില്ല. എവിടെ പോയാലും ഒന്നാമത്തെ കാര്യം സുസുക്കിയുടെ സർവീസ് നെറ്റ്വർക്ക് ഒക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് അത് ഡീലർഷിപ്പ് നെറ്റ്വർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. സർവീസ് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. വണ്ടി അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല റിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും പൊട്ടോ തട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ. പക്ഷേ താർ റോക്സിൽ ഇപ്പോൾ വരുമ്പോഴേക്കും ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മഹീന്ദ്രയ്ക്കും എവിടെ വേണമെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും മെക്കാനിക്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക്സ് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ബൊലേറോവും പഴയ താറും ഒക്കെയാണ് അവർ അങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, പഴയ മെക്കാനിക്സ് ഒക്കെ. പിന്നെ അടുത്ത പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ജിംനി ഒരു 4 വീൽ ഡ്രൈവ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ചില വേരിയൻസിൽ ഞങ്ങൾ റിയർ വീൽ ഡ്രൈവ് കൊടുക്കും, ചിലതിൽ ഞങ്ങൾ 4 വീൽ ഡ്രൈവ് കൊടുക്കും. ആൾക്കാർക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടെ എന്ന് പറയുന്ന പോലെ നല്ല. ജിംനി ഒരു ഓഫ് റോഡ് വാഹനമാണ്, കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് സുസുക്കിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ റിയർ വീൽ ഡ്രൈവ് പവർ ട്രെയിനൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ചാമ് അവർ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല. താർ പക്ഷേ അവർ കൂടുതലും മാസ് മാർക്കറ്റ് അപ്പീലിന് വേണ്ടി ഇറക്കുന്നത് കൊണ്ട് ചില വേരിയൻസിൽ റിയർ വീൽ ഡ്രൈവ് കൊടുത്തു. സംഭവമൊക്കെ ശരിയാണ്. എല്ലാ ആൾക്കാരും വണ്ടി എടുത്ത് നേരെ ഓഫ് റോഡ് പോകണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു 90% ആൾക്കാരും വണ്ടി റോഡിലൂടെ ഓടിക്കാനായിരിക്കും വാങ്ങുന്നത്, ഓർ മേ ബി 95%. ബാക്കി കുറച്ച് പേര് മാത്രമായിരിക്കും വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഓഫ് റോഡ് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും 4 വീൽ ഡ്രൈവ് ആണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാം. മറ്റതിപ്പോൾ നിങ്ങൾ 4 വീൽ ഡ്രൈവ് വേരിയൻസ് നോക്കി എടുക്കണം, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനി ഞാൻ സ്റ്റിയറിംഗിൻ്റെ കേസിൽ ജിംനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നും കൂടെ പറഞ്ഞില്ലേ, അത് ഓഫ് റോഡിൻ്റെ കാര്യത്തിലാണ്. നോർമലി നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കര സ്ലോ സ്റ്റിയറിംഗ് ആണ്, ഒട്ടും റെസ്പോൺസീവ് അല്ല. പിന്നെ ഇതിൻ്റെ ലോക്ക് ടു ലോക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് 4 ടേൺസ് ആണ്, അത് വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന റീസർക്കുലേറ്റിംഗ് ബോൾ മെക്കാനിസം ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നല്ല രസമായിരിക്കും. അതായത് സ്റ്റിയറിംഗ് കിക്ക് ബാക്ക് ഒന്നും ചെയ്യില്ല. ബാക്കി വണ്ടികളൊക്കെ ചിലപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കല്ലിൽ കൂടെ ഒക്കെ അല്ലെങ്കിൽ കുറച്ച് വലിയ കല്ലൊക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടി തിരിച്ചടിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഇതാണ് എന്ന് പറയാം. ഇനി അടുത്ത പ്ലസ് പോയിന്റ് പ്രൈസ് ഒരു പരിധി വരെ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് വേരിയൻസ് ഒന്നും ഇല്ല. ആകെപ്പാടെ 2 വേരിയൻസ് ഉണ്ട്, സീറ്റ് ആൽഫയും. അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ നിങ്ങൾ അഡീഷണൽ 16,000 രൂപ കൊടുക്കുകയാണെങ്കിൽ കിട്ടും. താർ റോക്സ് പോലെ ഇഷ്ടംപോലെ വേരിയൻസ് ഇങ്ങനെ കെട്ട് കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ റിയർ വീൽ ഡ്രൈവ് കൊടുക്കും, ഇതിൻ്റെ അകത്ത് നമ്മൾ 4 വീൽ ഡ്രൈവ് കൊടുക്കും, ഇതിൻ്റെ അകത്ത് നമ്മൾ ഡ്യുവൽ ടോൺ കൊടുക്കും, ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കളർ കൊടുക്കും, ഈ കളർ കൊടുക്കും. അങ്ങനെ പറയുന്ന ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് ചാർട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞു. മറ്റതിൻ്റെ പ്രൈസ് ചാർട്ട് ഉണ്ടാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡും ആണ്. കാരണം കുറേ വേരിയൻസ് ഉണ്ട്, കുറേ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഓട്ടോമാറ്റിക് ചിലതിലില്ല, മാനുവൽ ചിലതിലില്ല, 4 വീൽ ഡ്രൈവ് ചിലതിലില്ല, അങ്ങനെയൊക്കെ വരുമല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൈസ് മാത്രം എടുക്കുകയാണെങ്കിലും 13.69 lakhs ഇതിൻ്റെ മാക്സിമം മാനുവലിൻ്റെ പ്രൈസ് എൻഡ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്നത് 12.74 lakhs ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.84 lakhs എൻഡ് ചെയ്യുന്നത് 14.79 lakhs അതായത് താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഈ വാഹനത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട്. താറിൻ്റെ ടോപ്പ് എൻഡ് ഒക്കെ ഇതിനേക്കാൾ ഓൾമോസ്റ്റ് 5-6 lakhs എക്സ് ഷോറൂമിൽ തന്നെ എക്സ്പെൻസീവ് ആണെന്ന് പറയും. അതും ഒരു കാര്യമുണ്ട്. 4 വീൽ ഡ്രൈവ് മോഡൽസിൻ്റെ പ്രൈസ് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്ന റിയർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയൻസ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്, നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള 4 വീൽ ഡ്രൈവ് വാഹനം വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ ജിംനി.
പിന്നെ ഇത് കമ്പനിയായിട്ട് പുറത്തുവിട്ട എക്സ്ഷോറൂം പ്രൈസ് ആണ്. നിങ്ങളിപ്പോൾ ചില ഡീലർഷിപ്പ് ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപ വരെയൊക്കെ ജിംനിക്ക് അവർ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയൊന്നും പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ താർ റോക്സിൻ്റെയും അതുപോലെ തന്നെ മാരുതി സുസുക്കി ജിംനി 5 ഡോറിൻ്റെയും തമ്മിലുള്ള ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോയിന്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സോ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്കിതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടമെന്നും തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് താർ റോക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.